സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജരും ഉദ്യോഗസ്ഥരും കാട്ടിയ അനാവശ്യ ഇടപെടലിൽ നഷ്ടമായത് ഒരു ജീവൻ. ഞങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ ചെയ്യൂ. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റീജിയണൽ മാനേജർ കൈ തട്ടി അവർ കൈ ബലമായിട്ട് പിടിച്ച് കത്തിച്ചതാണത്. നീനു അബ്രഹാം എന്ന് പറഞ്ഞ മാനേജറുടെ കയ്യിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്റെ ഭാര്യ അവര് കൊന്നതാണ്. അവളിത് ബലമായി ജപ്തി ചെയ്തുകൊള്ളെന്നും പറഞ്ഞ് വാശിക്ക് വന്നതാണ് ചെയ്തത്. ഇത് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഇതെടുത്ത് ചെങ്കത്ത് പിടിച്ചതുള്ളൂ. ഇടുക്കി നെടുങ്കണ്ടത്ത് വീട് ജപ്തി ചെയ്യുവാനെത്തിയ ബാങ്ക് അധികൃതർക്ക് മുമ്പിൽ തീ പടർന്നു പിടിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട നെടുങ്കണ്ടം ആനിക്കുന്നേൽ ഷീബ ദിലീപിന്റെ മരണവാർത്തയിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് നെടുങ്കണ്ടം ചക്കക്കാനം ആശാരികണ്ഠ നിവാസികൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിയോടുകൂടിയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോട്ടയം റീജിയണൽ മാനേജർ നീനു എബ്രഹാമും മറ്റ് ഉദ്യോഗസ്ഥരും നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി മരണപ്പെട്ട ഷീബയുടെ വീട്ടിലെത്തുന്നത്. ഈ സമയം ഷീബയും ഷീബയുടെ മകൾ നിതിലയും നിതിലയുടെ കുട്ടിയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ജപ്തി നടപടി ആരംഭിച്ചപ്പോൾ വീട് ജപ്തി നടത്തരുതെന്നും എം മണി MLA അടക്കമുള്ള നേതാക്കൾ ഇടപെട്ട് ഏപ്രിൽ 30 വരെ ജപ്തി നടത്തുകയില്ല എന്ന ഉറപ്പ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളതാണ് എന്നും ജപ്തി നടത്തുവാനെത്തിയവർക്ക് മുമ്പിൽ ഷീബ കരഞ്ഞു പറഞ്ഞു. എങ്കിലും ജപ്തി നടത്തുവാൻ വന്നതാണെങ്കിൽ നടത്തിയിട്ടേ പോകൂ എന്ന ഉറച്ച നിലപാടിലായിരുന്നു ബാങ്ക് മാനേജർ നീനു എന്ന് ഷീബയുടെ ഭർത്താവ് പറഞ്ഞു. എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യല, അവൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഇത് ചെയ്യല. എന്റെ ഭാര്യ അവര് കൊന്നതാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റീജിയണൽ മാനേജർ കൈ തട്ടി അവർ കൈ ബലമായിട്ട് പിടിച്ച് കത്തിച്ചതാണത്. ആത്മഹത്യ ചെയ്തതല്ല. ആത്മഹത്യ ചെയ്തതല്ല. ചേട്ടൻ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നല്ലോ, കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ മോളുണ്ടായിരുന്നു. അവളിതെല്ലാം നേരിട്ട് കണ്ടതാണ്. അതായത് അവള് ചെയ്യാനല്ല ചെയ്തത്, ഇത് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഇതെടുത്ത് ചെങ്കത്ത് പിടിച്ചതുള്ളൂ. അവര് തള്ളിയിട്ടപ്പോഴാണ് പെട്രോൾ മുഴുവൻ ദേഹത്ത് വീണത്. തള്ളിയിട്ടത് ഒരു പോലീസുകാരിയാണ്. പിന്നെ ലൈറ്റർ സ്പോട്ടിലല്ലായിരുന്നു, ലൈറ്റർ അടുപ്പിന്റെ അടുത്താണ്. ഇവിടുന്ന് ഹാളിലാണ് ഇത് സംഭവം നടക്കുന്നത്. ഹാളിൽ നിന്ന് തള്ളിയിട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് പോലീസുകാരെ കൈക്കെ പിടിച്ച് വലിച്ചാണ് അവിടെ കൊണ്ടുപോയിടുന്നത്. അന്നേരം നിലത്ത് വീണ പെട്രോൾ മൊത്തം ശരീരത്തിൽ സ്വന്തമായിട്ട് ആരും ഒഴിച്ചതില്ല. സ്വന്തമായിട്ട് ഇവരെ തള്ളിയിട്ടപ്പം നിലത്ത് വീണ പെട്രോള് മുഴുവൻ ശരീരത്തായതാണ്. അപ്പോൾ ഈ ലാമ്പ് മാനേജർ എടുത്തു പോയി. ലാമ്പ് പുള്ളിക്കാരി എടുത്തപ്പോഴത്തേനും മാനേജർ പിടിച്ച് ഞെക്കിയതാണ്. മാനേജറുടെ കയ്യിൽ നിന്നാണ്. നീനു അബ്രഹാം എന്ന് പറഞ്ഞ മാനേജറുടെ കയ്യിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവൾക്ക് ഇത് നിയന്ത്രിക്കായിരുന്നു. അവളിത് ബലമായി ജപ്തി ചെയ്തുകൊള്ളെന്നും പറഞ്ഞ് വാശിക്ക് വന്നതാണ് ചെയ്തത്. ഇത് ജപ്തി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിനെ വീഡിയോ അവര് ഫേസ്ബുക്കിലിട്ട് 1 കോടി രൂപ എനിക്ക് വില ഇട്ടിട്ടുണ്ടായിരുന്നു. 1 മാസം മുമ്പ്. ഇത് മണിയാശാൻ MLA വിളിച്ച് അവരോട് സംസാരിച്ചത്. ആശാൻ വിളിച്ച് പറഞ്ഞ ആശാനോട് ചെയ്യലെന്ന് പറഞ്ഞതാണ്. മണിയാശാനോട് പറഞ്ഞ അവധിയും തന്നതാണ്. മകന്റെ ബൈക്ക് ലീക്കായപ്പോൾ ടാങ്കിൽ നിന്നും ശേഖരിച്ച് പ്ലാസ്റ്റിക് കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് നടപടി തുടർന്നാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഷീബ പറയുകയായിരുന്നു. സംഭവം നടക്കുന്നത് വീടിന്റെ ഹാളിലായിരുന്നു. പെട്രോൾ കുപ്പിയും കയ്യിൽ പിടിച്ചു നിന്ന ഷീബയുടെ കയ്യിൽ നിന്നും പെട്രോൾ കുപ്പി പിടിച്ചു മേടിക്കാൻ ശ്രമിക്കുന്നതിനിടെയുള്ള പിടിവലിയിൽ പെട്രോൾ ശരീരമാസകലം വ്യാപിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഷീബയുടെ കയ്യിലിരുന്ന ലൈറ്റർ പിടിച്ചു വാങ്ങുവാൻ ബാങ്ക് മാനേജർ ശ്രമിക്കുകയും പിടിവലി ഉണ്ടാവുകയും ബാങ്ക് മാനേജറുടെ കയ്യിലിരുന്ന ലൈറ്ററിൽ നിന്നും സ്പാർക്കിംഗ് ഉണ്ടാവുകയും ഷീബയുടെ ശരീരത്തേക്ക് തീ പടർന്നു പിടിക്കുകയായിരുന്നുവെന്നും സംഭവത്തിന് ദിക്സാക്ഷിയായ മകൾ പറഞ്ഞതായി ഷീബയുടെ ഭർത്താവ് പറഞ്ഞു. ഞങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ ചെയ്യൂ, അല്ല ഒറ്റയ്ക്ക് ചെയ്യില്ല. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, ഇടുക്കി. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്.
കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.